പ്രേക്ഷകപ്രിയ താരനിര ഒരുമിച്ച് പൊട്ടിച്ചിരിയുടെ ആഘോഷമൊരുക്കിയ കുസൃതി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. അതിൽ ഇന്നലെ നമ്മൾ ഒഴിച്ച മൂത്രമാണ്. പോയതല്ലേ അതിൽ മൂത്രമാണ്. എറിയരുത്, എറിയരുത്, കല്ലില്ലാത്ത മൂത്രം. ശരിയാ. നമസ്കാരം. അകത്തല്ല കാറ്റായത് കാരണം പുറത്തു പോയി രണ്ടുപേരോട് ചൂടുണ്ടിട്ട് വരാൻ പറഞ്ഞ അമ്മാൻ. വരണം വാടാ. പിടിയടാ എന്നോടാ അവന്മാരെ. കച്ചിരുന്ന് തലയിൽ വെച്ചോ. വെക്കടാ. ഉപ്ലാസയുടെ തലയിൽ മൂത്രം കൊടുന്ന് രണ്ടുപേരിൽ പോറാണ്ട. ഞങ്ങള് കണ്ടില്ല തമ്പി. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയോ ഇടിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാം. എന്തൊരു ഓട്ടോണ് ഓടിയത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ചത്തുപോകൂലേ? പിന്നെ ചില്ലറ ഓട്ടമാണ് ആ കാലമാടൻ ഓടിച്ചിട്ടത്. ഹലോ അയ്യോ അവിടെ നിൽക്കാൻ എന്നെ പിടിക്കാനല്ലേ? ഇയാളെന്താ എന്നെ ഇങ്ങോട്ട് ഓടിക്കാറാ? അത് കൊള്ളാം സാർ. ഞങ്ങളല്ലേ ഇട്ട് ഓടിക്കണത്. ഓടി ഓടി റബ്ബർ തോട്ടത്തിലെത്തിയ ഇനി ഞാൻ പിടിച്ചോളാം. പ്ലസയുടെ ഓർഡറാണ്. അവിടെ നനങ്ങരുത്. ദൈവമേ, ഇതിനകത്ത് ആളുണ്ടായിരുന്നു. കള്ളനാണോ? കള്ളനാണോ? ഞങ്ങൾ കള്ളന്മാരല്ല. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. ഞങ്ങൾ കള്ളന്മാരല്ല. ഞങ്ങളെ പോലീസ് ഓടിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയത് ഇതിനകത്തായി പോയതാണ്. അത് ശരി. അപ്പൊ ഒറിജിനൽ കള്ളന്മാരിയല്ല. ഡ്രൈവർ എന്നാ വണ്ടി നിർത്ത്. കള്ളൻ കള്ളൻ. നിർത്തടാ, നിർത്താൻ. ഉപ്ലാസയുടെ പറയുന്നത് നിർത്താൻ. സത്യം പറയണേ, എന്താ വണ്ടിയിലും കുറച്ച് സാധനങ്ങളാ സാറേ. ജീവനുള്ള സാധനം ജീവനില്ലാത്ത സാധനം രണ്ടും ഉണ്ട്. എനിക്കൊന്നും മതി ജീവനുള്ള സാധനം. അവനെ മര്യാദ കിടക്കണ. ഓ സാറേ, അതൊരു കോമാളിയാ. അവന്റെ കോമഡി ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. അവന്റെ കോമാളിത്തരം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കോടാ. സത്യാ സാറേ ഞാനീ പറയുന്നേ. റാപ്പോ സർക്കസ് അടച്ചു പൂട്ടിയപ്പോ അവിടെയുള്ള സാധനങ്ങൾ ഒരു ബഫൂണിനെയും ബോംബെ സർക്കസ് വിലക്കെടുത്തു. ആ സാധനങ്ങളും ബഫൂണും ആ സാറേ ഇതിനകത്ത്. എന്നെ ബഫൂൺ കളിപ്പിച്ച് അടിച്ച് നിന്റെ ആറാം ഭാര്യ തകർത്ത് കളി. തുണി മാറ്റി കാണട്ടെ. അയ്യെന്നാ ലോറിയുടെ തുണി മാറ്റണോ? അത് ശരി. ഇവൻ കോമാളി ലെവനോടെ പോയി. ലവൻ കുശന്റെ അടുത്ത് പോയി. അകത്തേറി പോടോ. ഓ എടോ പോലീസുകാരാ. ജീപ്പിന്റെ അതോട്ട് പോടോ. കുഞ്ഞുകുട്ട, ഇതിനകത്ത് പെട്ടുപോയല്ലോ. വാ, ആരെങ്കിലും കാണാൻ മുമ്പ് രക്ഷപ്പെടാം. എന്റെ ഉടുതുണി എന്നേക്ക് പോടാ. കുപ്പായക്കള്ളോ. പണ്ടുകൊണ്ടൂടെ വഴി കൂടാണ്ടോ നടക്കുന്ന ഇവൻ ഏതായി കരിമ്പൂതം? ഇങ്ങോട്ട് മാറി. ആരാ ഇവനെ അകത്ത് കയറ്റി വിട്ടെ? അറിയാതെ ഇതിന്റെ അകത്ത് പെട്ടുപോയതാ. ഞങ്ങൾ ആ ലോറിയില്. ലോറിയിലോ? അതെ. ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ പൊക്കോളാം. പോകാനോ? പോകാനോ വിളിച്ചു വരുത്തിയത്? സാറിന് മനസ്സിലായില്ലയോ? ഇല്ല. ഇതാ നമ്മുടെ പുതിയ ബഫൂൺ ചാമ്പ്യൻ ഭാസ്കരൻ. ആ ചെവി ഇങ്ങോട്ട് എത്തിച്ചേ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചാടി പോകാൻ നമ്പർ ആണോ?
അങ്ങനെ വിടാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. പിന്നല്ലാതെ ആദ്യ വരവ് തന്നെ അമ്പരപ്പിച്ചുകൊണ്ടാണല്ലോ. ഇങ്ങനെ റിങ്ങിലും എല്ലാവരെയും അമ്പരപ്പിക്കണം. ഇതാരാ? ശിക്ഷനാണെങ്കിലും അനിയനെ പോലെ ആഹാ, ഇവൻ കളരി പോയിട്ടുണ്ടോ? LKG പോയിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. ഒരു 100 റീറ്റാ കൊള്ളായിരുന്നു. വിട് പിന്നെ എന്റെ കൈ കിട്ടൂല. ലോറിയിലപ്പം വന്നതാ. തലക്ക് സുഖമില്ലാത്ത കാര്യം മനസ്സിലായി. പിന്നെ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ട് വന്നതല്ല, കൂടെ വന്നതാ. വട്ടാണെങ്കിൽ ആള് പാവാ. ഞാൻ പോകുന്നിടത്തേക്ക് എന്റെ കൂടെ വരും. ഇവൻ കള്ളനാ. ഇവനെ വിശ്വസിക്കരുത്. ഒറിജിനൽ ബാബു ഞാനാ. ഇവൻ കുപ്പായം കണ്ടോ? അത് എന്റേതാ. ഈ കോളകം അവന്റേത്. വരുന്ന വഴിക്ക് ഒരു പോലീസുകാരനോട് പറഞ്ഞു അയാൾ ഇട്ടിരിക്കുന്ന യൂണിഫോം ഇവന്റെ ആണെന്ന്. അയാളെ തലക്കെട്ട് ഒരു പെട പഠിച്ചത് അല്ല. ഓക്കെ ഇല്ലടാ. അതെ, ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന വട്ട. ചെവിയില്ലേ? അതെ, വട്ട് മുക്കുമ്പോ തലക്കെട്ട് ഒന്ന് കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. അത് ഞാൻ ഏറ്റു. ഓക്കെ, ഏറ്റവും ഇറങ്ങി പോടാ വെളിയില്. പോടാ തെണ്ടി. ഒക്കെ എടുത്ത് വെളിയെ കൊണ്ടുപോയി കളയണോ? അത് വേണ്ട, അത് കൂടുതൽ കുഴപ്പമാവും. ഒറിജിനൽ ബാബു ഇവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി വേറെ വട്ടന്മാരെ കൊണ്ട് വീണ്ടും വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൊണ്ണു ചാടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അവിടെ ഞാൻ കൊണ്ട് കെട്ടിയിടോ ഈ മാരണത്തിനെ. മാരണം നിന്റെ അപ്പൊ ഭാസ്കര, നമ്മൾ ആഘോഷമായി ഐശ്വര്യമായി കളി തുടങ്ങുന്നു. എന്താ? വാ വാ വാ. നിങ്ങളെല്ലാം പോയിക്കോ. അപ്പൊ നമ്മൾ ആഘോഷമായിട്ട് ഐശ്വര്യമായിട്ട് കളി തുടങ്ങുന്നു. ഓക്കെ, ഇല്ല KG ഇവിടെ നിൽക്കും. ഇന്നാ രാമേന്ദ്രൻ തലകുത്തി വീണ്ടത്. അയ്യോ, എന്താടാ? എന്റെ കാലാര് ചവിട്ടി. ചവിട്ടിയാ? ആര്? നിനക്ക് തോന്നിയതായിരിക്കും. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്ക് കിടക്കാൻ വരട്ടെ. മൂത്രം ഒഴിച്ചിട്ട് കിടന്നാ മതി. ഇല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ കിടന്ന് മുള്ള പോലെ ഇവിടെ കിടന്ന് മൂത്രം ഒഴിക്കും. ചെല്ലിപ്പോ. മുള്ള മുട്ടിയ കാലെ ചവിട്ടിയ പോലെ തോന്നും. വീട് തന്നെ. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ നോക്കിട്ട് വരാം. ചെറിയ കയറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. അയ്യോ പട്ടി! അയ്യോ പട്ടി! പട്ടി കടിക്കരുത്, കടിക്കരുത്. അയ്യ പീഡിപ്പിക്കരുത്. ഞാൻ ആരാണ്? എന്നെ നഷ്ടമാക്കരുത്. പട്ടി പീഡിപ്പിക്കരുത്, പീഡിപ്പിക്കരുത്. പീഡിപ്പിച്ചു. അത് കുമാരനാണല്ലോ. അയ്യോ പട്ടി അടിച്ചേ. ഇത് ഞാനാ. അപ്പൊ പട്ടി, ആ പട്ടിയെ ഞാൻ ഒതുക്കി. ധൈര്യം ഇറങ്ങുക. ഇയാളെന്താ കരിപൂച്ചനെ കടിച്ചു പിടിച്ചോണ്ട് നടക്കണ? വാ പോ. പഞ്ചറ. എടോ കസ്റ്റമേഴ്സ് താ പോകൂലെന്നാ. അതാ പറഞ്ഞത് പഞ്ചറാണെന്ന്. എടോ ഞാൻ ആരാന്നറിയാമോ? പഞ്ചറല്ലേ? എടോ ആശുപത്രിയിൽ പോകാൻ എന്റെ ഭാര്യനെ കൊണ്ട്. അതല്ലേ പറഞ്ഞ പഞ്ചറാണെന്ന്. അതെനിക്ക് നേരത്തെ പറഞ്ഞു. അതെന്നെ പറഞ്ഞു. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ലക്ഷം പിന്നാലെ. ഞാൻ അങ്ങോട്ട് പോയാ. ദൈവമേ, കടന്നു വരൂ. JD നായിഡു കമ്പനിയുടെ ഉത്കൃഷ്ടമായ ഉൽപ്പന്നം കരസ്ഥമാക്കുവാൻ സുഹൃത്തുക്കളെ കടന്നു വരൂ. ആഫ്രിക്കൻ മലാന്തരങ്ങൾ കണ്ടുവരാറുള്ള ചെമ്മരിയാടിന്റെ വെളുത്ത പാൽമുര, പാൽക്കുഴമ്പ് എന്നിവയും കളിമുഖമിനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ സർവ്വസാധാരണ വീടുകളിൽ ഉപയോഗിക്കാനുള്ള ഉപ്പ്, മഞ്ഞൾ എന്നിവയും കടുകെണ്ണ, മണ്ണെണ്ണ, മൈലെണ്ണ, മണിയെണ്ണ, ആവണക്കെണ്ണ, ആതിരക്കെണ്ണ എന്നീ 6 എണ്ണകൾ ചേർത്ത് രാത്രി ഉറങ്ങിയതിനു ശേഷവും ഉണരുന്നതിന് മുൻപും അകത്തും പുറത്ത് കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് മാത്രമല്ല മൂത്രത്തിൽ തടസ്സവും സൂത്രത്തിൽ മാറി കിട്ടും. കടന്നു വരൂ. ഞങ്ങളുടെ MK കരസ്ഥമാക്കൂ. എത്ര കാലം കൊണ്ട് അന്വേഷിച്ച് നടക്കണത് ആ ഒരു മൂത്രത്തിൽ കല്ലിന്റെ മരുന്ന് തന്നെ.
ഇന്ന ആ എന്താ വില? എന്നെങ്കിലും തന്നാ മതി. ആ മോത്ത് പോയതില്ലേ? മുഖത്ത് നോക്കി ചികിത്സിച്ചാൽ ഫലിക്കില്ല സഹോദര.